ശരി സിജോ, ഇടുക്കിയിൽ നിന്ന് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ പങ്കുവയ്ക്കാനുണ്ട്. ഇടുക്കിയിലെ അനധികൃത പാറ ഖനനവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് അന്വേഷണം തുടങ്ങി. ജില്ലാ കലക്ടറുടെ നിർദ്ദേശാനുസരണം സബ് കലക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തുന്നത്. അനധികൃത ഖനനം നടന്ന പ്രദേശങ്ങളിലെ SHO, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, ജിയോളജിസ്റ്റ് എന്നിവരും സംഘത്തിലുണ്ടാകും. സിജോ വർഗീസ് തുടരുന്നുണ്ട്. സിജോ, എവിടേക്കാണ് പരിശോധന? ജിൽസി നിർമ്മാണ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. ഒപ്പം തന്നെ അതിസങ്കീർണമായ ഭൂപ്രശ്നങ്ങളും നിലവിലുണ്ട്. ഈ ഡാമുകൾ നിരവധി ഉണ്ട് ജില്ലയിൽ. ഈ ഡാമുകൾ അടക്കം സുരക്ഷാ പ്രാധാന്യമുള്ള ഇടങ്ങളിൽ ഉൾപ്പെടെ ഖനനം നടക്കുന്നതായിട്ടുള്ള പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ജില്ലാ കളക്ടർക്ക് ഏതാണ്ട് 27ലധികം റിപ്പോർട്ടുകളും നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളുടെയും പരാതികളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ഈ ജില്ലയിലെ മുഴുവൻ ഖനന പ്രവർത്തനങ്ങളും അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 സബ് കളക്ടർമാർക്കാണ് ഈ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഏതെല്ലാം ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ ഖനന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നത് ആ പ്രദേശങ്ങളിലെ സ്റ്റേഷനുകളിലെ SHOമാർ, ഒപ്പം തന്നെ തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ, ജിയോളജിസ്റ്റ് ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരിശോധന നടക്കുന്നത്. പ്രധാനമായും ഉടുമ്പൻചോലയിലും ബാലഗ്രാമിലും ഉൾപ്പെടെയാണ് ഈ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പീരുമേട്, ഒപ്പം തന്നെ ഉടുമ്പൻചോല, ഇടുക്കി താലൂക്കുകളിലാണ് ഈ ഖനന പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട് നടക്കുന്നത്. റോഡ് നിർമ്മാണത്തിൻ്റെ പേരിലും ഒപ്പം തന്നെ കുളം നിർമ്മിക്കാനെന്ന പേരിലും അനുമതി വാങ്ങിയ ശേഷമാണ് പ്രധാനമായും ഈ ഖനനങ്ങൾ നടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം, കാർഷിക മേഖലയായ ഇടുക്കിയിൽ ഈ കുളം നിർമ്മിക്കുക, അതായത് കഴിഞ്ഞ വർഷത്തെ വേനൽക്കാലത്ത് വ്യാപകമായിട്ടുള്ള കൃഷിനാശമെല്ലാം ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് കുളം നിർമ്മിക്കാൻ, ജലസേചനത്തിന് കുളം നിർമ്മിക്കാൻ ഏതാനും പേരുടെ പേരിൽ അനുമതി വാങ്ങിയ ശേഷം വ്യാപകമായി ഈ പാറ ഉൾപ്പെടെ പൊട്ടിച്ച് കടത്തിയായിരുന്നു എന്നുള്ളതാണ് ഈ പ്രധാനമായും പരാതിയിൽ പറയുന്നത്. അത്തരത്തിലുള്ള ഈ പരാതികളുടെയും ഒപ്പം തന്നെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ ഈ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്.